പക, ദൈവങ്ങളെപ്പോലും ഇരുളിലാക്കുന്ന അന്ധകാരം. പ്രായത്തെയോ കാലത്തെയോ മാനിക്കാത്ത ആ അന്ധകാരത്തെ യൗവനത്തോടൊപ്പം വളർത്തിയ രണ്ടുപേർ, ഡാമിയൻ, എഡ്മണ്ട്. സ്വാതന്ത്ര്യമില്ലാത്ത ഈ അന്ധകാരത്തിൻ്റെ കഥ തുടങ്ങുന്നത് 1947 സ്വാതന്ത്ര്യാനന്തരം കയറ്റുമതി നിലച്ച കുരുമുളകിന് കരിക്കട്ടയുടെ വില പോലും ഇല്ലാതായ കാലം. തകർന്നു പോയ കച്ചവടത്തിൽ ഒരു തിരിച്ചുവരവിന് ആയുസ്സില്ലാതെ സെബാസ്റ്റ്യൻ ലൂക്ക് എന്ന വാണിജ്യാധികായൻ മരണപ്പെട്ട അതേ ദിവസം 2 കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുന്നു, ഐസക്, വിക്ടർ. സെബാസ്റ്റ്യൻ്റെ മക്കൾ. സെബാസ്റ്റ്യൻ വീണുപോയ ദാരിദ്ര്യത്തിലേക്ക് അവർ ഒന്നിച്ചാണ് കണ്ണു തുറന്നത്. ലോകം അവർക്ക് മുന്നിൽ ഒരു വലിയ ശൂന്യതയായിരുന്നു. ഒന്നുമില്ലായ്മയുടെ ശൂന്യതയിൽ നിന്നും ഏതു മാർഗത്തിലൂടെയും അധികാരവും പണവും നേടിയെടുക്കുക എന്ന മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയുധക്കടത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും ഇരുണ്ട വഴികളിലേക്ക് അവർ തിരിഞ്ഞു. അവരുടെ കരങ്ങൾ കറുത്തപ്പോൾ ആ കൈകളിലേക്ക് പണം ഒഴുകി. എതിർക്കാനും തടുക്കാനും ആരും ഭയക്കുന്ന വിധം അവർ ഒരു പുതിയ ലോകം തന്നെ കെട്ടിപ്പടുത്തു. അതിർത്തികൾ കടന്ന് പല രാജ്യങ്ങളിലേക്കും അവർ ബിസിനസ് വ്യാപിപ്പിച്ചു. ഒരിക്കൽ ഒരു ബിസിനസ് ഡീലിനായി റഷ്യയിൽ പോയ വിക്ടർ മടങ്ങിയെത്തിയത് ഉള്ളിലൊരു പ്രണയം കൊണ്ടുകൂടിയായിരുന്നു, എലീന. ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം അവൾ അവന് കാണിച്ചു കൊടുത്തു. എലീനയ്ക്കൊപ്പം ആ ജീവിതത്തിന് വേണ്ടി വെട്ടിപ്പിടിച്ചതെല്ലാം ഉപേക്ഷിച്ച് ഐസക്കിൻ്റെ എതിർപ്പിനെയും അവഗണിച്ച് വിക്ടർ റഷ്യയിലേക്ക് കൂടുമാറി. വിക്ടർ ഇല്ലാതെ ഐസക് തൻ്റെ ബിസിനസ് ലോകം 10 മടങ്ങ് ശക്തമാക്കി. അവൻ്റെ ജീവിതത്തിലും ഒരു പെൺകുട്ടി കടന്നു വന്നു, മറീന. ഒടുവിൽ ക്യാൻസറിനു കീഴടങ്ങുന്നതിനു മുൻപ് ഐസക്കിൻ്റെ ആ ലോകത്തിന് അവകാശിയായി അവൾ അവനൊരു മകന് നൽകിയിരുന്നു, ഡാമിയൻ ഐസക്. ഐസക്കിൻ്റെ പിൻഗാമിയായി ഡാമിയൻ വളർന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ ഐസക്കിൻ്റെ മുന്നിൽ സഹായത്തിനായി ഒരച്ഛനും മകനും വന്നു നിന്നു, വിക്ടറും മകൻ എഡ്മണ്ടും. നേർവഴിക്കുള്ള ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന സഹോദരനെയല്ല ഐസക് ശ്രദ്ധിച്ചത്, തൻ്റെ മകൻ്റെ സമപ്രായക്കാരനായ എഡ്മണ്ടിനെയാണ്. വിക്ടർ ഉപേക്ഷിച്ചു പോയതൊക്കെ വീണ്ടെടുക്കാനുള്ള വ്യഗ്രത ഐസക് എഡ്മണ്ടിൻ്റെ കണ്ണുകളിൽ കണ്ടു. ഡാമിയൻ്റെ അധികാരത്തിന് എഡ്മണ്ട് ഒരു തടസ്സമാകുമെന്ന് ഭയന്ന ഐസക് അതിനിട വരാതിരിക്കാൻ അവരെ അവിടെ നിന്നും പുറത്താക്കി. റഷ്യയിലേക്ക് മടങ്ങാനാകാതെ വിക്ടറിനും എഡ്മണ്ടിനും നാട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. തകർച്ചയ്ക്കുമേൽ തകർച്ചകൾ. ഒടുവിൽ മരണവും വിക്ടറെ തേടിയെത്തി. തൻ്റെ 15-ാം വയസ്സിൽ അച്ഛനെ നഷ്ടമായ എഡ്മണ്ടിന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിതം കഠിനമായിരുന്നു. പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ അവൻ ഐസക്കിന് മുന്നിൽ വീണ്ടും എത്തി. എന്നാൽ ഇത്തവണ അവനെ പുറത്താക്കുന്നത് തടഞ്ഞ ഡാമിയൻ. പകരം എഡ്മണ്ട് തൻ്റെ കീഴിൽ വെറും ഒരു വേലക്കാരനായി നിൽക്കണമെന്ന നിബന്ധന അവൻ മുന്നോട്ട് വെച്ചു. ഒരു കഠാര പോലെ എഡ്മണ്ടിൻ്റെ അഭിമാനത്തിലേക്കാണ് അത് ആഴ്ന്നിറങ്ങിയത്. വന്യമായി ഡാമിയനെ നോക്കിക്കൊണ്ട് എഡ്മണ്ട് അതിന് സമ്മതിച്ചു. എഡ്മണ്ട് ഒരിക്കലും തനിക്ക് മുകളിൽ വരില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഡാമിയൻ. പിന്നീട് രാവും പകലുമില്ലാതെയുള്ള ചൂഷണമായിരുന്നു എഡ്മണ്ട് അനുഭവിച്ചത്. പകരം ചോദിക്കാൻ ഒരു നാൾ വരുമെന്നും ഉറപ്പിച്ച് എഡ്മണ്ട് കാത്തിരുന്നു. നാളുകൾ കടന്നുപോയി. ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഡാമിയനെ സ്വീകരിച്ചത് അളവില്ലാത്ത സ്വത്തും കൂടെ തൻ്റെ അച്ഛൻ്റെ ജീവനും കൊണ്ട് എഡ്മണ്ട് കടന്നു കളഞ്ഞു എന്ന സത്യവുമാണ്. രക്തം വാർന്നു കിടക്കുന്ന ഐസക്കിൻ്റെ ജഡവും പിടിച്ച് അലറിക്കരഞ്ഞ ഡാമിയൻ ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും എഡ്മണ്ടിനെ തേടിപ്പിടിച്ച് കൊല്ലുമെന്ന് ശപഥം ചെയ്തു. പക്ഷേ ഐസക് ബാക്കി വെച്ചുപോയ സാമ്രാജ്യം വീഴാതെ നിലനിർത്തേണ്ടത് ഡാമിയൻ്റെ ബാധ്യതയായിരുന്നു. ആ സാമ്രാജ്യം ശക്തിപ്പെടുത്താൻ ഡാമിയൻ ഇൻട്രഗേറ്റ എന്ന ഇറ്റാലിയൻ മാഫിയുമായി ചേർന്ന് ബിസിനസ് കൂടുതൽ വ്യാപിപ്പിച്ചു. പിന്നീട് അവൻ്റെ വളർച്ച ആരെയും ഭയപ്പെടുത്തുന്ന ദ ഇൻഹ്യൂമൻ മോബ് ലോഡ് എന്ന വിശേഷണത്തിലേക്കായിരുന്നു. ആ വളർച്ചയുടെ അടിത്തറ പകയും. പക്ഷേ എവിടെയൊക്കെ തിരഞ്ഞിട്ടും എഡ്മണ്ടിനെ കണ്ടെത്താൻ മാത്രം അവന് കഴിഞ്ഞില്ല. അങ്ങനെ നീണ്ട 12 വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു നാൾ ഹോട്ടൽ എന്താ സീൻ? റഷ്യയിൽ നിന്ന് വന്ന ചരക്ക് കപ്പലിൽ നിന്ന് പിള്ളേർക്കൊരു പയ്യനെ കിട്ടി. അവരുടെ കൂടെ ഉള്ള ആളല്ല. റഷ്യനോ? ചോദിച്ചു പിടിച്ചു വന്നപ്പം പയ്യൻ പാതി മലയാളി. ഡാമേൻ അറിഞ്ഞോ?
ബോട്ടുന്നൊരു പയ്യനെ പൊക്കിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേര് പറയുന്നത് എഡ്മണ്ടിൻ്റെ അല്ല, അതാണെന്ന് ഉറപ്പൊന്നുമില്ല. Let's go. Ready for the hunt, gotta pull back. Put the Glock on back, now he's running bad. Hit him 2 times, now we gotta run it back. Same team, same blood. This is the scene and the cash starts racing. 2 bullets later, the city I'm chasing. Dark alleys bust up my name in cold rooms, and that's the way. The so-called devil is here. 2 bullets later, the city I'm chasing. Dark alleys bust up my name in cold rooms, and that's the way. എഡ്മണ്ട് എവിടെ ഉണ്ടാവൻ? He's not Edmund anymore. We call him Iger. നീ പറഞ്ഞ ഐഗറുണ്ടല്ലോ, അവൻ ഈ നാട് വിട്ടു പോകാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പേടി. ആ പേടിയുടെ പേരാടാ ഡാമിയൻ. ഡാമിയൻ ഐസൻ. അവൻ വിചാരിക്കാതെ നിനക്ക് അവനെ ഒന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. Because he is a fucking entity, you moron! നിനക്കൊന്നും കാണാനോ തൊടാനോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്തത്ര ഉയരത്തിലാണ് അവൻ. പിന്നെ നീ പറഞ്ഞ ആ പേടി, you all guys are going to feel that pain. You fuckers! You know what I hate the most? Betrayal. And you were about to betray me. Sir, a parcel from India. It's Bindo. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ബിൻഡോയുടെ ബോഡി പാർട്സ് വന്നിട്ടുള്ളത്.
സാർ ഇനി എന്ത്? എടാ വേഗാവട്ടെ. ഡാമിയൻ, ഇനി എന്താ? ഇവൻ ചത്തില്ലേ, ഇനി അവൻ വരും. നമ്മൾ ഇനി കുറച്ച് നാൾ ഇന്ത്യയിലായിരിക്കും.